ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഞാനിപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. ഒരു ടൈം ഒരു 9 മണിയൊക്കെ ആയി. എൻ്റെ മുടിയൊക്കെ നല്ല റെസ്റ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബോറിംഗ് ആണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, സ്റ്റഡി ലീവാണ്, ഞാൻ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ബോറിംഗ് ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് അതേപോലെ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു വ്ളോഗിൽ. അപ്പം നമുക്ക് താഴത്തേക്ക് പോവാം. എൻ്റെ കണ്ണൊക്കെ ചെറുതായി കിടക്കുന്നു. കുറച്ച് ആഴ്ചകളായിട്ട് എൻ്റെ സ്ലീപ്പ് സ്കെഡ്യൂൾ അബദ്ധമാണ്. ഒരു 2 മണി 3 മണിക്ക് ഉറങ്ങുക, രാവിലെ ഒരു 9 മണി 10 മണിക്ക് എണീക്കുക. ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാനൊരു 12-ന് മുമ്പെങ്കിൽ 12-12:30 മുമ്പ് ഞാൻ ഉറങ്ങുമായിരുന്നു. രാവിലെ ഒരു 8-ന് മുമ്പ് ഞാൻ എണീക്കുമായിരുന്നു. ഇപ്പോൾ ഫുൾ അബദ്ധമാണ്. സംഗീത രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടാവും. നമ്മളിവര് എന്നെ ഒരു 10 മിനിറ്റായി വിളിച്ചിട്ട് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, പോക്ക് മമ്മി മമ്മി ഗൈസ്, ഇന്ന് എൻ്റെ വ്ളോഗാണ് ഗൈസ്. മമ്മി സേ ഹായ്. സംഗീത പത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് എനിക്ക് അമ്മ സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബിരിയാണി. 23 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഇതുവരെ എൻ്റെ അമ്മ ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടില്ല. ഓർമ്മയുള്ള കാലത്ത് ഉണ്ടാക്കി തന്നിട്ടില്ല. ഇപ്പൊ 1-2 വയസ്സുള്ളപ്പോ അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഈ അടുത്തൊരു ഷൂട്ടിന് പോയപ്പോ ഞാൻ പറഞ്ഞു, ഹരീന്റെ അച്ഛൻ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി തന്നു. എന്റെ അമ്മേന്റെ ഈഗോ അങ്ങോട്ട് പൊന്തി. അതിനെന്താ ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ കുറച്ച് ദിവസമായി നേരത്തെ കിട്ടിയ ഉണ്ടാക്കി കൊടുക്കും. സാധനം നേരത്തെ ഇത് ഉണ്ടാക്കി തരുമ്പോ ഞാൻ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരണം. അപ്പം കഴിച്ചിട്ട് പോയാ പോരെ. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാല് എൻ്റെ അമ്മേന്റെ ബിരിയാണി ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്ക് കഴിക്കാം. ഞാനും ചോക്കി ഒന്നും കഴിച്ചിട്ടില്ല. ചോക്കി എക്സൈറ്റഡ് ആണോ അമ്മേന്റെ ബിരിയാണി കഴിക്കാൻ? എക്സൈറ്റഡ് ആണോ? പറയൂ ചോക്കി, പറയൂ, എക്സൈറ്റഡ് ആണോ? യാ. എൻ്റെ വീട് ഫുൾ ചെടിയാണ് ഗൈസ്, ഫുൾ ചെടി. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഞാൻ നോക്കുന്നതാണെന്ന്. ഇത് ഞാനായിട്ടൊരു ബന്ധവുമില്ല കേട്ടോ. പിന്നെ എൻ്റെ വണ്ടീനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയട്ടെ. ഇതാണ് ഗൈസ് എൻ്റെ തക്കാളിപ്പെട്ടി. ഞാൻ എന്താണ് തക്കാളിപ്പെട്ടി എന്ന് വിളിക്കാൻ കാരണം, പേരിട്ടത് ഞാനല്ല. ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു 8-9 വയസ്സുണ്ടാവും. എൻ്റെ വീട്ടിൽ എല്ലാവരും വീണ് പഠിച്ചത് ഈ വണ്ടിൻ്റെ മുകളിൽ. വണ്ടി ഓടിക്കാൻ പഠിച്ചതല്ല, വീണ് പഠിച്ചത്. കാരണം എൻ്റെ അമ്മ മിനിമം ഒരു 4-5 പ്രാവശ്യം ഈ വണ്ടീൻ്റെ മുകളിൽ വീണിട്ടുണ്ടാവും. ഇപ്പൊ വരാ മിനിമം ഒരു 4-5 പ്രാവശ്യം ഈ വണ്ടിൻ്റെ മുകളിൽ വീണിട്ടുണ്ടാവും. ഞാൻ വീണിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ആക്സിഡൻറ്റ് ഈ വണ്ടിൻ്റെ മുകളിൽ നിന്നാണ്. ഞാൻ 2 പ്രാവശ്യം വീണിട്ടുണ്ട്. ഒരു പ്രാവശ്യം കാല് പൊട്ടാൻ വീണതും, ഒരു പ്രാവശ്യം വെറുതെ വീണതും. എൻ്റെ ഏച്ചി വീണിട്ടുണ്ട്. അച്ഛൻ വീണ് അടിപൊളി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് ICUലൊക്കെ ആയിട്ടുണ്ട്. അപ്പം എത്രയോ ആക്സിഡൻറ്റ് വെച്ച വണ്ടിയാണ്. ഇപ്പം ഇതിന് വയ്യ, അതിന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതിന് വയ്യ. ഇപ്പം എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻ്റെ കൂടെയാണ്. ഞാനിങ്ങനെ കൊണ്ടു നടക്കും. ഞാനിപ്പോൾ വർക്ക്ഷോപ്പിലൊന്നും കയറ്റാറില്ല. എനിക്ക് മതിയായി, അതിനും മതിയായിട്ടും പാവല്ലേ. സോ അത്രയൊക്കെയാണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, സോ ഇതാണ് ഗായ്സ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സംഗീത സ്പെഷ്യൽ പത്തിരി ഉണ്ട്. എന്തേലും അമ്മേ? ഉള്ളി ഫ്രൈ, മുട്ടയിട്ട ഉള്ളി ഫ്രൈ. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കണം, കുരങ്ങൻ്റെ ജന്മാണ്. സോ പപ്പായ, ഇത് നാടൻ പപ്പായ ഗൈസ്, ഞങ്ങളെ വീട്ടിലത്തെ എല്ലാം എന്തെങ്കിലും. അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ വിളക്ക് എത്തിച്ച് കഴിയുന്നവരെ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അതാണ് ഞങ്ങൾ ഇവിടുത്തെ റിച്വൽ. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിയ ഒരു ലിപ് ബാമാണ്. അടിപൊളി ലിപ് ബാമ. ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട ഫീലാണ്. ഷെയ്ഡും ഉണ്ട്, നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ്. കണ്ടോ? അപ്പം നമുക്ക് പീടികയിൽ പോയിട്ട് വരാം. സോ ഗൈസ്, ഞാൻ വീട്ടിലെത്തി. അപ്പം നമുക്ക് ആദ്യം കുറേ ഉള്ളി അരിയാം. ഞാനല്ല ഉണ്ടാക്കുന്നത്, ഞാൻ ജസ്റ്റ് ഹെൽപ്പറാണ്. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഈ
നമ്മൾ നോർമലായിട്ട് ഡെയിലി കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. പച്ചക്കറി, ചോറ്, ഉപ്പേരി അതൊക്കെ ഞാൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ സ്പെഷ്യൽസ് ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഞാൻ ചിക്കൻ കറിയൊക്കെ നല്ലോണം ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനം അതെനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചില ആൾക്കാരുണ്ടാവും എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ എനിക്കത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കാദ്യം കുറേ ഉള്ളി മനസ്സോടെ നന്നാക്കാം. കഴിച്ച് നമ്മൾ കുറേ ഉള്ളിയൊക്കെ അരിയാനുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ നനച്ചിട്ട് എടുത്ത് വെച്ചാൽ കണ്ണരിയില്ല എന്ന് പറയുന്നത് കേൾക്കാം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഈ ടിഷ്യൂ വെച്ചാൽ കണ്ണിലേക്കുള്ള റിയാക്ഷൻ ടിഷ്യൂലേക്കാകും. 350 1.5. ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് ചെസ്റ്റും ലെഗും വേണമെന്ന്. അപ്പം അയാൾ പറയണം അതന്നെ അവിടെ കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു ഞാൻ എനിക്ക് ബിരിയാണിക്കാണ്. അപ്പം അയാൾ ഒരു ആക്കി മാതിരി ബിരിയാണിക്ക് ഒരു 1.5 കിലോ എന്ന് പറഞ്ഞു. 4 ഉള്ളി അരിഞ്ഞു ഗൈസ്. പക്ഷെ എൻ്റെ കണ്ണ് കുറച്ചേ അരിഞ്ഞുള്ളൂ. ഹാക്ക് കുറച്ചൊക്കെ വർക്കിംഗ് ആണ്. കുറച്ചേ അരിഞ്ഞു. ഇനി 4 എണ്ണം വേറെ അരിയണം. എന്തിനാ ഇത്ര ഉള്ളി? നമുക്ക് ഇലകൾ കട്ട് ചെയ്യാം. നല്ല ഫ്രഷ് ഇല ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ കഴുകി. ഇലകൾ അരിയാനുണ്ട്. ഉള്ളി അരിഞ്ഞു വെച്ചു. ചിക്കൻ പൊരിക്കാനുള്ളത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ അമ്മ കൊയ്ക്കാത്തെ? പിന്നെ വെക്കാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വെച്ചു. സംഗീത ഇവിടെ ട്യൂട്ടോറിയൽ നോക്കി നടക്കുകയാണ്. ഇവിടെ പാത്രം അടുപ്പത്തായി. ഉള്ളി എന്തോ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോക്കിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വന്നതാണ്. ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിലെ നായ്ക്കുട്ടികൾ എന്താ ഭക്ഷണം കഴിക്കാമെന്ന് പറയണം. കാരണം ഇവിടെ ഒരു സാധനം ഈ സാധനം കഴിഞ്ഞ 10 കൊല്ലമായിട്ട്, നമുക്ക് 10 വയസ്സായിരിക്കും, 10 കൊല്ലമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പഴമാണ്. പുഴുങ്ങിയ പഴം വിത്ത് ഗീ. ഇതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് കാണാം. ഡോക്ടർ പറഞ്ഞതാണ് നമുക്ക് നെയ്യ് കൊടുക്കാൻ. ഡെയിലി നോക്കുന്നുണ്ടോ ഇടങ്ങണ്ടിട്ട് ഡെയിലി രാവിലെ പഴമാണ് കഴിക്കുക. പഴം പുഴുങ്ങിയത്. ഈ ചെറുതിന് ഓളെ ഭയങ്കര ഇഷ്ടമാണ്. ഷോക്ക് ഈ ചെറുതിന് ഇഷ്ടമല്ല. അവരൊരു ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷനാണ്. നമുക്ക് അതിന് ഫുഡ് കൊടുക്കാം. എല്ലാം ഒറ്റയ്ക്ക് കഴിച്ചോളൂ കേട്ടോ. പക്ഷെ എനിക്ക് ഫീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് തീറ്റി കൊടുക്കാം. ഗണപതിക്ക് കൊടുക്കുന്ന പോലെ ആദ്യം കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിന് കൊടുക്കാം. ഇവിടെ ഒരു സാധനം തിന്നുന്നുണ്ട്. അതിനൊരു കഷ്ണം കിട്ടിയാൽ ഞങ്ങൾ ഇത് കൊടുത്തതിനവരെ അതും കടിച്ചിരുന്നോളൂ. നമുക്ക് അങ്ങനെ നമ്മൾ കുറച്ച് പണികളൊക്കെ ചെയ്തു കൊടുത്തു. ബാക്കി പണിയൊക്കെ സംഗീത ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ. എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് റൂം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാനത് കാണിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കതൊരു ഒരു വീഡിയോയിലേക്കുള്ള കോണ്ടൻ്റായിട്ട് കാണിക്കാൻ മാത്രമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ അതും കൂടി കാണിക്കാമെന്ന്. ഓക്കെ. സ്റ്റാർട്ടിങ് വിത്ത് ഇതാണ് എൻ്റെ ഡ്രസ്സിങ് ടേബിൾ. ഇത് എനിക്ക് പോൾറോയിഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കുറേ എൻ്റെ ഫേവറേറ്റ് മെമ്മറീസൊക്കെ ഞാൻ പോൾറോയിഡായിട്ട് വെച്ചിട്ടുണ്ട്. കുറേ എണ്ണമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ പോൾറോയിഡ് ക്യാമറ ഉണ്ടായിരുന്നു. അതല്ലാണ്ടും ഞാൻ ചെയ്ത് വയ്ക്കും. പിന്നെ ഇതെൻ്റെ ബേസിക് മേക്കപ്പ് ജഗലഗല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതെൻ്റെ റിംഗ് ലൈറ്റ് ഒടിഞ്ഞെടുക്കുകയാണ്. ഓക്കെ. എല്ലാവരുടെ കയ്യിലും എൻ്റെ ചേച്ചി വാങ്ങിയത് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് വാങ്ങുമ്പോൾ എനിക്കുണ്ടായിരുന്നു ഇത്ര വെള്ളമല്ലേ ഒരു ദിവസം ഞാൻ കുടിക്കുന്നത്. ഇത് ഞാൻ നിറച്ചിട്ട് 3 ദിവസം എങ്ങാനുമായി. റൂമിൽ വരുമ്പോൾ മാത്രമേ കുടിക്കുള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത റൂമിലാണ്. പക്ഷെ ഞാൻ തീരെ വെള്ളം കുടിക്കുന്നില്ല. എന്ത് കണ്ടാൽ മനസ്സിലാവും. 3 ദിവസമായി ഞാൻ അത് നിറച്ച് വെച്ചിട്ട്. സോ കണ്ടിന്യൂയിങ്. ഇതെൻ്റെ ഡ്രസ്സിങ് ടേബിൾ. ഇതാണ് എൻ്റെ ബെഡ്. ഇതെൻ്റെ ഷെൽഫ്.
ഇത് കുറച്ച് ട്രോഫി, ഭംഗിയുള്ള പൊട്ടാത്ത ട്രോഫി മാത്രം കൊണ്ടുവച്ചതാണ്. ഇതെൻ്റെ +2 ക്ലാസ് ഫോട്ടോ. ഇത് നമ്മുടെ കഫേ ടീംസിൻ്റെ, ഇതെനിക്കൊരു കൊളാബ് കിട്ടിയതാണ്. കഫേ ടീംസിൻ്റെ ഒരു ചെറിയൊരിത്. അതിനുശേഷം ഇത്രയൊക്കെ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ഇത് അച്ഛനുണ്ടാക്കിയ ഒരു ഷെൽഫാണ്. അതെനിക്ക് ഐഷ ഞങ്ങളൊരു കഫേയിലെ ക്രിസ്മസിന് ഗിഫ്റ്റ് തന്നതാണ്. ഇതെൻ്റെ മീൻ. ഇത് കണ്ട ചത്ത് കിടക്കും പോലെ തോന്നും, പക്ഷെ അല്ല, അവൾ എപ്പോഴും അങ്ങനെയാണ് കിടക്കുക. സേ ഹായ്. സി ഇതിപ്പോൾ കുറച്ച് കൊല്ലം, ഒരു 1 year ആവാനായി ഇതിപ്പോൾ എൻ്റെ അടുത്ത്. പിന്നെന്താ, ഇതെൻ്റെ കുറച്ച് ബാഗ്. എനിക്ക് കുറേ ബാഗുണ്ട്. ഇതല്ലാണ്ട് എനിക്ക് കുറേ ബാഗുണ്ട്. എൻ്റെ കുറച്ച് ബാഗ് ഹാങ് ചെയ്തിട്ടുണ്ട് സ്ഥലം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഞാൻ എൻ്റെ എക്സാം കഴിയാൻ കാത്തിക്കാണ് ഈ സ്റ്റഡി ടേബിൾ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ കബേർഡ്. പിന്നെ ഇത് എനിക്ക് എവിടുന്നോ കിട്ടിയൊരു മിററാണ്. ഇത് എവിടുന്നോ എനിക്ക് കിട്ടിയത് മറന്നുപോയി. കാക്ടസ്. ഇതൊരു ചെറിയൊരു ഫ്രെയിം. ഇത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഏതോ ഒരു പേജിൽ നിന്ന്. പിന്നെ എൻ്റെ റൂമിൽ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു സാധനം, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് ആക്ച്വലി എ റൈഫിൾ. ഇതൊരു .177 എയർ റൈഫിളാണ്. ഞാൻ കുറച്ച് കൊല്ലം മുന്നേ, അതായത് ഒരു 4 കൊല്ലത്തിന് മുകളിലായി തോന്നുന്നു, ഷൂട്ടിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ റൈഫിളാണ്. ഇപ്പം ഞാൻ ക്ലിപ്പ് കുത്തിടാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡാണിത്. പക്ഷേ പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്, മെഡലൊക്കെ ഉണ്ട്. തള്ളാന്ന് വിചാരിക്കുന്നത് സത്യം വെച്ചുണ്ട് ഗൈസ്. ഞാൻ ഫോട്ടോ എന്തെങ്കിലും ഇവിടെ തെളിയിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. താഴെ അപ്പോഴേക്കും ഫുഡ് ആക്കുന്നുണ്ട്, അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചൊരു കോണ്ടന്റ് ആയിരുന്നു എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, അങ്ങനത്തെ 1-2 കാര്യങ്ങൾ. അത് മാത്രം ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തു. ആ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ ഇത്രയും നേരം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ കുറേ പ്രോസസ്സ് എനിക്ക് മിസ്സായി. ഐ വിൽ ഷോ യു. ഗൈസ്, നമ്മളെ ബിരിയാണി റെഡിയാണ്. ഓക്കെ, തരണോ? യൂട്യൂബിൽ BGM ആഡ് ചെയ്യാൻ പറ്റൂല, വ്ളോഗിന് കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ BGM നമുക്ക് ഇടാം. എന്ത് വെള്ള മസാലേൻ്റെ വെള്ളം. സംഗീതരായ എന്തൊക്കെയോ ടെക്നിക്സ് ഉണ്ട് ഗൈസ്. ബിരിയാണി റെഡിയായി ഗൈസ്. നല്ല മണമൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരി കുറച്ചും കൂടി വേവാനുള്ള പോലെ തോന്നുന്നുണ്ട് മുകളിൽ. അമ്മ പറയുന്നത് വെച്ചാൽ നമ്മൾ കുറേ കൊല്ലമായി ബിരിയാണി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണെന്നാണ്. അപ്പം നമ്മളൊന്നും കൂടി അരി മാത്രം ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ ബിരിയാണി റെഡിയായി. റീകുക്കൊക്കെ ചെയ്തു. എന്താ സംഗീത പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ബിരിയാണി എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ. ടേസ്റ്റ് ഞാൻ ഓൾറെഡി ടേസ്റ്റ് നോക്കിയതാണ്. ടേസ്റ്റ് ഉണ്ട്, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. അരി വെന്തു, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. സംഗീത, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും ഞാൻ മൈൻഡിൽ ഉറപ്പിച്ചില്ല. അതേ പറഞ്ഞു, ഉപ്പ് കൂട്ടരുത് അമ്മ, എരി കൂട്ടരുത് അമ്മ. ടേസ്റ്റ് കൊള്ളാം ഗൈസ്, വെരി ഗുഡ്. എങ്ങനെയുണ്ട് മതി? അടിപൊളി. ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കും? 10 ഒരു 8. ഓക്കെ, ഞാനൊരു 9 മാർക്ക് കൊടുക്കും ഗൈസ്. കുഴപ്പമൊന്നുമില്ല, അരി ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് പുറത്ത് പോവാണ്. അമ്മയ്ക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകണം, പിന്നെ എനിക്കൊന്ന് ടൗണിൽ പോകണം, വെറുതെ ഒന്ന് വാങ്ങാനല്ല, തെണ്ടാൻ. അപ്പം ഞാൻ ഈ ഒരു ഫ്രോക്കാണ് ഇട്ടത്. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മൾ അമ്മേനെ ഡോക്ടറെ അടുത്താക്കി. ഇപ്പം ഏച്ചീൻ്റെ വീട്ടിലേക്ക് വന്നതാണ്, ഓൾക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവിടെ ആരും ഇല്ല. അപ്പം നമ്മൾ കള്ളന്മാരെ പോലെ താക്കോലൊക്കെ എടുത്ത് കയറണം. ഇതാണ് ഓളുടെ ബിരിയാണി.
കീ കിട്ടി ഗൈസ്. എല്ലാ വീട്ടുകാർക്കും കീ ഒളിപ്പിക്കാൻ ഓരോ സ്പെസിഫിക് ആയിട്ട് സ്ഥലം ഉണ്ടാവില്ലേ? ഇവളെ സ്ഥലവും ഞാൻ കണ്ടുപിടിച്ചു. ക്രിസ്മസും കഴിഞ്ഞ് വിഷുവും കഴിഞ്ഞ്, പക്ഷെ ഇവൾക്ക് ഇതുവരെ മറ്റേ ഇതൊന്നും അയക്കാൻ സമയമായിട്ടില്ല. സ്റ്റാറും അയച്ചിട്ടില്ല, ഇതും അയച്ചിട്ടില്ല. അല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എനിക്ക് ശരിക്കും ഞാനിവിടെ മോഷ്ടിക്കാൻ കയറിയ ഒരു ഫീല്. ഇവിടുന്ന് എന്ത് മോഷ്ടിക്കാനല്ലെങ്കിലും. എൻ്റെ ചേച്ചീൻ്റെ കിച്ചൺ ഭയങ്കര വൃത്തിയാണ് ഗൈസ്, ഭയങ്കര വൃത്തിയാണ്. ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല, ഞാൻ കാണിച്ചു തരാം. അവളിങ്ങനെ അടുക്കി പെറുക്കി വെക്കും. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവച്ചതാണ്. അതല്ലാണ്ട് ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കും. ഇവള് നല്ലോണം കുക്ക് ചെയ്യും. ഇവള് ബട്ടർ ഉണ്ടാക്കും, മറ്റേ ചീസ് ഉണ്ടാക്കും. ഇത് ഇവള് ഉണ്ടാക്കിയ ബട്ടറാണ്, ഒക്കെ ഉണ്ടാക്കി ഇതാക്കും. അവളെ ചാനല് അവളുടെ അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ മോളും ഭയങ്കര താല്പര്യം തോന്നിയിട്ട് ഓളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാനത് ഇവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവളുടെ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ 2 പോളാർ എൻസ് ആണ്. കാരണം ഞാൻ ചെയ്യുന്ന കോണ്ടന്റേ അല്ല അവളുടേത്. അവളുടേത് മെയിൻലി കുക്കിംഗ്, ഹോം കൈൻഡ് ഓഫ് വീഡിയോസ് അങ്ങനത്തെയാണ്. എൻ്റെ ടൈപ്പ് കോണ്ടന്റേ അല്ല അവളുടേത്. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് ഒക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ ഡു ചെക്ക് ഹർ ചാനൽ ഔട്ട്. ഇറ്റ്സ് സോ ഗുഡ്. ഹായ് ഗൈസ്, നമ്മൾ ഗോകുൽ മോളിലെത്തി. വാഷ്റൂമിലാണ്. എത്രയും നേരം വാഷ്റൂം ഒഴിയാൻ വേണ്ടി കാത്തുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചിന്ന ഷോപ്പിംഗ്. ഓക്കെ, പിന്നെ മാഷ് എന്ത് കാര്യമുണ്ടോ ഇല്ല. സ്റ്റൈല. എനിക്ക് വേണ്ടത് 3 സാധനങ്ങളാണ്. ഒന്നൊരു ബ്ലാക്ക് പാൻറ്, ഒരു ബ്ലൂ ഷർട്ട്, ഒരു വൈറ്റ് ടോപ്പ്. ഇതിൽ 3 എന്തെങ്കിലും കിട്ടാൻ ഞാൻ എടുക്കും. ഞാനൊരു ബ്ലാക്ക് പാൻറ് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതിന് പോക്കറ്റില്ല. സംഗീതಕ್ಕೆ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. എന്താ വേണ്ടേ? വാ. ഒന്നും കിട്ടിയില്ല ഗൈസ്. ഞങ്ങൾ 4 ഷോപ്പ് കയറി. ഞാൻ മിക്കവാറും ഫസ്റ്റ് ഷോപ്പിൽ കണ്ടൊരു പാൻറ് തന്നെ എടുക്കും, ഒരു ട്രൗസർ തന്നെ എടുക്കും. ഇവിടെ ഒന്നുമില്ല. നമ്മൾ കാര്യമായിട്ട് വാങ്ങാൻ വരുമ്പോൾ എവിടെ ഒന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് വെറുതെ നോക്കാൻ ഇറങ്ങുമ്പോൾ കുറേ കളക്ഷൻ കാണാം. ഒന്നും കിട്ടിയില്ല. ഞാൻ ഫസ്റ്റ് പോയ ട്രെൻഡ്സിൽ തന്നെ പോയിട്ട് ട്രൗസേഴ്സ് എടുക്കാൻ പോകണം. ഒന്നും വാങ്ങിയില്ല. വാങ്ങി ഗൈസ് ഞങ്ങള്. അമ്മ എന്താ വാങ്ങിച്ചേ? ഞാന് ഒരു പലാസോ, ഒരു ടോപ്പ്. ഞാനും ഒരു 2 നൈറ്റ് ഡ്രസ്സ്, ഒരു ഷർട്ട്. വിചാരിച്ചൊന്നും കിട്ടിയില്ല, പക്ഷെ വാങ്ങി. ഒന്നും വാങ്ങൂല എന്ന് പറഞ്ഞ ആളും 2 എണ്ണം വാങ്ങിച്ചു. ഞാനും 2-3 സാധനം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 7:30 റീഗിളില് പേരെന്തേരി റോന്ത് എന്ന് പറഞ്ഞൊരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട് 7:30. ഇപ്പം സമയം 7 ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നേരെ മൂവിക്ക്. അങ്ങനെ ഞങ്ങൾ റീഗലിലെത്തി ഗൈസ്. ചായയൊക്കെ കുടിച്ചു. അമ്മ അവിടെയുള്ള സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു 10 മിനിറ്റ്സ് നേരത്തെയാണ്. അപ്പം മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മൂവി കണ്ടിട്ട് നമ്മൾ റിവ്യൂ പറയാം. സോ ഗൈസ്, അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞു, വീട്ടിലെത്തി. അടിപൊളി മൂവി. എന്തായാലും ലൈക്ക് തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ പറയും. നല്ല മൂവി. കുറേ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ വായ തുറന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാന്ന് പറഞ്ഞില്ല. അയ്യോ എന്നുള്ള ഭാഗത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു മൂവി. ഞാൻ ഇന്നലെ മറ്റേ വ്യസന സമേതം കണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ ഇത് അടിപൊളി മൂവി. നമ്മുടെ ഈ ആക്ഷൻ ഹീറോ പേജല്ല, പക്ഷെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒരു സൂപ്പർ മൂവി. സോ അത്രയൊക്കെ ഉള്ളൂ. ഞാനൊരു ബോറിംഗ് ഡേ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് എ ബോറിംഗ് ഡേ. നല്ലൊരു ഡേ ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കുറച്ചധികം വലുതായി പോയി വ്ളോഗെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ലാസ്റ്റ് വരെ കണ്ടവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. കാരണം ഓക്കെ, ലാസ്റ്റ് വരെ കാര്യങ്ങളൊക്കെ കണ്ടു എന്നെനിക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇനി ഡിന്നർ കഴിച്ചിട്ട്
കിടക്കും. ഇപ്പം കിടക്കില്ല, എന്നാലും ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.